വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡുകളുടെ റിവ്യൂയും ചെയ്യുന്നുണ്ട്. ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡുകളിലേക്ക് തന്നെ പോകാം. കഴിഞ്ഞ ആഴ്ച മുഴുവനും എല്ലാം അടിപൊളി എപ്പിസോഡുകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്ന എപ്പിസോഡുകളായിരുന്നു. അതായത് കുറച്ച് കാലത്തിന് ശേഷം കുറച്ച് പഴയ ഉപ്പുമുളകും സീസൺ 1 വൈബ് തരുന്ന എപ്പിസോഡുകളായിരുന്നു എല്ലാം. ബാലു തിരിച്ചു വന്നതും അതും നോർമലായിട്ടല്ലാതെ മൊട്ട ബാലു എന്ന രീതിക്ക് തിരിച്ചു വന്നതും ബാലുവിൻ്റെ ഒരു എപ്പിസോഡ് മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിലും ആ ഒരു എപ്പിസോഡ് അടിപൊളിയായിരുന്നു. മാത്രമല്ല രാംകുമാറിൻ്റെ ആ ഒരു പ്രാങ്കും അങ്ങനെ എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിരുന്നു. ഏകദേശം ഉപ്പുമുളകും പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വന്നു ഈ ആഴ്ചയിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് വരുന്ന ആഴ്ച വരാൻ പോകുന്ന ഉപ്പുമുളകിലെ സ്പെഷ്യൽ എപ്പിസോഡുകളെ കുറിച്ചാണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, തിങ്കളാഴ്ച ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡുണ്ട് എന്ന്. അതൊരു നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ കണക്കിലായിരിക്കില്ല വരുന്നത്, നോർമൽ എപ്പിസോഡായിട്ട് തന്നെയാണ് വരുന്നത്. അതിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ആ ഒരു എപ്പിസോഡിൽ എക്സ്ട്രാ ആയിട്ട് ആരാണ് ഇപ്പോൾ ഉപ്പുമുളകിപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ശങ്കരണ്ണൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു എപ്പിസോഡിന് വേണ്ടി മാത്രം. കുറച്ച് നാളുകൾക്ക് ശേഷം ശങ്കരണ്ണനും ബാലുവും ചേർന്നുള്ള കോംബോ വരുന്നൊരു എപ്പിസോഡാണിത്. കാരണം ബാലു ലീവ് എടുക്കുമ്പോഴാണ് ഇപ്പോഴൊക്കെ ശങ്കരണ്ണനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് രണ്ടുപേരെയും ഒരുമിച്ച് എപ്പിസോഡുകൾ കൊണ്ടുവന്നുണ്ട്. അവസാനമായിട്ട് ഇവരുള്ള എപ്പിസോഡ് ഏതാണെന്ന് വെച്ചാൽ ആ ടൂർ എപ്പിസോഡായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്, അത് ഈ ആഴ്ചത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്ന ആഴ്ചത്തെ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എപ്പിസോഡ് ഏതാണെന്ന് വെച്ചാൽ ഒരു പടവലം എപ്പിസോഡ് വരാനിരിക്കുന്നത്. അതായത് പടവലം തറവാട്ടിൽ പോയിട്ട് ഇവരെല്ലാവരും കൂടെ ഫുൾ ഫാമിലി ആയിട്ട് ആഘോഷിക്കുന്ന പോലത്തെ ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നു. അതിൻ്റെ ഷൂട്ടൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതായത് ആ ഷൂട്ട് പ്രാപ്പ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇപ്പോൾ അടുത്താഴ്ച വരാൻ പോകുന്നുള്ള ഒരു മെയിൻ എപ്പിസോഡ് തന്നെയാണ് പടവലം ആ ഒരു തറവാട്ടിൽ വെച്ച്, അതായത് ഓണം ഇവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയ ആ ഒരു പടവലം തറവാട്ടിൽ വെച്ചിട്ട് വരുന്നൊരു എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിൽ കുട്ടൻപിള്ള എന്നൊരു ക്യാരക്ടർ ഉണ്ടാവാൻ ഹൈലി ചാൻസസ് ഉണ്ട്. മാത്രമല്ല മറ്റാരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ കേസ് അനുസരിച്ച് കുട്ടൻപിള്ളയും ഭവാനിയും ശങ്കരണ്ണനൊക്കെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഏറ്റവും കഴിയത്തെ ആ ഒരു ഫാമിലി ഉണ്ടാവാൻ അധികം ചാൻസസ് ഇല്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. അതിലും അടുത്ത ആഴ്ചത്തെ മെയിൻ ഹൈലൈറ്റ് എപ്പിസോഡുകളിൽ ഒന്ന് ആ ഒരു പടവലം എപ്പിസോഡ് തന്നെയായിരിക്കും. ചിലപ്പോൾ അതൊരു ന്യൂ ഇയറിന് സ്പെഷ്യൽ എപ്പിസോഡായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുക. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ആ ഒരു എപ്പിസോഡ് ക്രിസ്മസിന് വരുമെന്നാണ്. പക്ഷേ ക്രിസ്മസിന് പടവലം വീട്ടിൽ വെച്ചിട്ട് ഇവരെല്ലാവരും പടം ആഘോഷിക്കുന്ന പോലത്തെ ഒരു നോർമൽ എപ്പിസോഡായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ക്രിസ്മസിന് മറ്റ് പുറത്തുനിന്ന്, അതായത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരും ഇതിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഇല്ല. ഏതായാലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എപ്പിസോഡുകൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് പഴയ എപ്പിസോഡുകൾ ഈ സീസൺ 2 തന്നെ ഈ ഇടയ്ക്ക് വന്ന എപ്പിസോഡുകളെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല മെയിൻ എന്താണ് പറയുന്നത് വെച്ചാൽ രാംകുമാറേയും ഹൈമോദി ഇവരെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി കറക്റ്റായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി കുറച്ചൊരു 5 മിനിറ്റ് സ്ക്രീൻ ടൈം കൊടുത്തിട്ട് അവർ വെറുതെ ഒരു കണ്ടൻറ്റിന് ഒരു ബേസും ഇല്ലാതെ വെറുതെ സംസാരിപ്പിക്കാതെ അവരെ ഈ സ്റ്റോറിയിൽ എങ്ങനെ ബ്ലെൻഡ് ചെയ്യണമോ അതിനനുസരിച്ച് മാതിരി അവരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉപ്പുമുളകിൽ. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അതിന് ഉദാഹരണമാണ്. അവരെ വേണ്ട രീതിക്ക് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ മാറി തന്നെയാണ്. ഇപ്പോൾ പുതിയ ഡയറക്ടർ രാജേഷ് ഏട്ടനാണ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്ത എപ്പിസോഡുകളെക്കാളും രാജേഷ് തലച്ചിറ ഡയറക്റ്റ് ചെയ്ത എപ്പിസോഡുകളാണ് എനിക്കിപ്പോൾ കറൻ്റ്ലി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ ഒരു സീരിയലിൽ നിന്ന് സിറ്റ്കോമിലേക്ക് വന്നെങ്കിലും ആ ഒരു ക്ലച്ച് പിടിക്കാൻ, ആ പഴയ ഉപ്പുമുളകും ആ ഒരു പ്രൗഡിലേക്ക് ക്ലച്ച് പിടിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജേഷ് ഏട്ടൻ വന്ന് കുറച്ച് ദിവസത്തിൽ തന്നെ എപ്പിസോഡുകളൊക്കെ പഴയ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ എപ്പിസോഡ് അടിപൊളിയാകാൻ കാരണം ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഏതായാലും ഈ ഒരു വാർത്ത ഉപ്പുമുളകും ഫാൻസിനെ ബന്ധിച്ചോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഈ സ്പെഷ്യൽ എപ്പിസോഡുകൾക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.